കണ്ണൂർ തലശ്ശേരി റൂട്ടിൽ നടാലിൽ അടിപ്പാത നിർമ്മിക്കുമെന്ന വാഗ്ദാനം തെറ്റിച്ചതിനെ തുടർന്ന് ഇന്ന് സ്വകാര്യ ബസ് സമരം പ്രഖ്യാപിച്ചിരുന്നു. ഇരിട്ടിയിൽ ഏകദേശം സമരം പൂർണ്ണമാണ്. യാത്രക്കാരൊക്കെ കുറവാണ്. സമരമായതുകൊണ്ടാണ് യാത്രക്കാരൊക്കെ കുറവായത്. എന്തായാലും ഏകദേശം ബസ്സുകളൊക്കെ ഏകദേശം എല്ലാം ഓടുന്നുണ്ട്. എന്തായാലും ഈ സമരം യാത്രക്കാരെ അധികം ബാധിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ചേട്ടാ, ഇന്ന് ബസ് സമരം സ്വകാര്യ ബസ്സുകൾ സമരം പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അത് ജനങ്ങളെ ബാധിച്ചത്? ജനങ്ങളെ എങ്ങനെയൊന്നും ബാധിച്ചില്ല. ബസ്സെല്ലാം ഓടീന്, എല്ലാ ബസ്സും അല്ല, കുറച്ച് ഭാഗങ്ങളിലും ഓടീന്. ഇവിടെ ലോക്കൽ ബസ്സെല്ലാം ഓടീന്. യാത്രക്കാരൊക്കെ കുറവാണെന്ന് തോന്നുന്നു. യാത്രക്കാരെന്ന് വെച്ചാൽ ഇന്നലെ ഹർത്താലാന്ന് പറഞ്ഞുകൊണ്ട്, ബസ് സമരമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ആളെല്ലാം കുറവാണ്. എന്നാലും കുറേ ബസ് ഓടീന്. സ്വകാര്യ ബസ്സുകൾ സമരം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ സമരം പൂർണ്ണമായിട്ട് എന്താ പറയുക, ബസ്സുകളൊക്കെ ഓടുന്നുണ്ട്. നിങ്ങൾക്ക് അത് ബാധിച്ചിരുന്നു? യാത്രക്കാരത് ബാധിച്ചിരുന്നു? കുറച്ചൊക്കെ ബാധിച്ചിട്ടുണ്ട് അല്ലേ? എവിടെ പോയിട്ട് വരുന്നതായിരുന്നു? നിങ്ങളിവിടെ കോളേജിൽ ടീച്ചേഴ്സ് കോളേജിലല്ലേ? അതെ, പ്രകൃതി കോളേജിൽ ചെറിയ രീതിയിൽ ബാധിച്ചു. അതുപോലെ തന്നെ ബസ് ഇടയ്ക്ക് വരുന്നില്ല എന്നുള്ളതുകൊണ്ട് അത് എല്ലാവർക്കും കൃത്യമായിട്ട് പോകാൻ പറ്റുന്നില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു പ്രചരണം വന്നപ്പോൾ ഇന്ന് കുറേ സാധാരണക്കാർ യാത്ര ചെയ്യാതിരുന്നതും ചെയ്യും. കുറേ യാത്രക്കാരും കുറവായിരുന്നു. യാത്രക്കാർ പൊതുവെ കുറവാണ്. കാരണം പറഞ്ഞാൽ ബസ്സില്ല എന്നുള്ളതുകൊണ്ട്. ഞങ്ങൾ ഇവിടുത്തുകാരല്ല, കോഴിക്കോടുകാരാ. കോഴിക്കോട് നിന്ന് ഇനി കോഴിക്കോടേക്ക് പോവാണോ? കോഴിക്കോടേക്ക് പോവാ. ബസ് സമരം ബുദ്ധിമുട്ടിച്ചോ? ബുദ്ധിമുട്ടിച്ചു. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടിച്ചു. കോഴിക്കോട് അതെ അല്ലേ? ഞങ്ങളെ ബാധിച്ചു. ഞങ്ങൾ തലശ്ശേരിയിൽ നിന്ന് ഓട്ടോയ്ക്കാണ് വന്നത് കൂത്തുപറമ്പിന്. ഒട്ടും ബസ്സില്ലായിരുന്നു. ഇന്ന് സ്വകാര്യ ബസ് സമരം പ്രഖ്യാപിച്ചായിരുന്നു. അപ്പോൾ ഈ പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങളെപ്പോലെ യാത്രക്കാർക്ക് അത് ബാധിച്ചോ? യാത്രക്കാർക്ക് ബാധിച്ചു. എത്താൻ പറ്റിയില്ല. ഇല്ല. ചേട്ടൻ എവിടത്തേക്കാണ് പോകേണ്ടത്? വിളിക്കലേക്കാണല്ലേ? മണിക്കൂറുകളും ബസ് എത്തിക്കേണ്ട ആവശ്യമായി. അതെ അല്ലേ? എന്തായാലും ഇരിട്ടിയിൽ ഏകദേശം സമ്പൂർണ്ണമായിട്ടും ബസ്സുകൾ ഓടുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും കുറച്ച് സമയത്ത് കുറച്ച് ആൾക്കാർക്ക് ഇത് പ്രശ്നമായിട്ട് തീർന്നിട്ടുണ്ട്. ദൂരെ നിന്നും കോഴിക്കോട് നിന്നും വരുന്ന ആളുകളുണ്ട്. അവർക്ക് എന്തായാലും ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യാമറ പേഴ്സൺ ജിതിനോടൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏഷ്യാനെറ്റ്.